ഇന്നത്തെ ആരി വർക്കിൻ്റെ ക്ലാസ്സിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ചിങ്ങിനെ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് 2 ലൈൻസ് വരയ്ക്കുക. താഴത്തെ ലൈനിൽ നിന്ന് ചെറിയൊരു ചെയിന് മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് കുത്തിയതിനു ശേഷം താഴോട്ട് വീഡിയോയിൽ കാണുന്ന പോലെ വലിക്കുക. താഴത്തെ ഭാഗത്തും വലിച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ താഴെ തന്നെ തൊട്ട് താഴെ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് ഒരു ചെയിൻ എടുക്കുക. ഇനി ഈ ചെയിൻ നമ്മുടെ റൈറ്റ് സൈഡിലേക്കാണ് കുത്തുന്നത്. റൈറ്റ് സൈഡിൽ കുറച്ച് വിട്ടിട്ട് ഇതിൽ കാണുന്ന അതേ ഗ്യാപ്പിൽ കുത്തിയിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഒരു ലൂപ്പ് എടുക്കുക. എന്നിട്ട് ആ ലൂപ്പ് നേരെ മുകളിലേക്കാണ് കൊണ്ടുവന്നത്. നേരെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഒരു ലൂപ്പ് കൂടി എടുത്തതിന് ശേഷം നേരത്തെ വലിച്ചതുപോലെ തന്നെ വലിച്ചിട്ട് നേരെ താഴെ ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണേ. റൈറ്റ് സൈഡിലേക്ക് കുത്തുക. എന്നിട്ട് മുകളിലത്തെ ലൈനിന് ഒരു ലൂപ്പ് ഒന്നുകൂടി എടുക്കുക. താഴെ ലെഫ്റ്റ് ഹാൻഡിൽ പിടിച്ചിരിക്കുന്ന നൂല് വളരെ ലൂസായിട്ട് വേണേ പിടിക്കാൻ, അല്ലെങ്കിൽ ഇത് നമുക്ക് വലിക്കുമ്പോൾ ഇവിടെ നൂല് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്, പിന്നെ ചുരുങ്ങി പോകാനും ചാൻസ് ഉണ്ട്. ഇന്ന് ഈ സ്റ്റിച്ച് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. ഇനി ഈ നൂലിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ നോക്കുമ്പോൾ മുകളിലോട്ട് വലിച്ച് ലെങ്ത്ത് കൂട്ടാണ്ട് സൈഡിലോട്ട് വലിച്ച് ലെങ്ത്ത് കൂട്ടുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും. ഈ സ്റ്റിച്ചൊക്കെ ഒരു പ്രാവശ്യം ചെയ്തിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞ് പോവാണ്ട് കുറേ പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും പറ്റും കേട്ടോ. എന്നിട്ടും ഈ ആരിൻ്റെ നീഡിൽ വഴങ്ങാത്തവരാണെങ്കിൽ ചെയിൻ സ്റ്റിച്ച് തന്നെ ചെയ്തിട്ട് പഠിക്കുക. കുറേ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച്. ഇത് കുറേ പ്രാവശ്യം ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.